Okay, so consider an example. Consider the 4-variable Boolean function given in the table. That is, it is a function of w, x, y, and z. And you can write all the input combinations and corresponding output. നിങ്ങൾ സിംഗിൾ ടേബിൾ ആയിട്ട് തന്നെ വരച്ചേ. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പാർട്ടാക്കി. ഇതിന്റെ താഴെ തന്നെ ബാക്കി എഴുതിക്കോട്ടോ. Copy down the truth table. എഴുതിയാ പറയണേ. എഴുതിയോ? Okay. So here you are given with a 4-variable function. That is, f is a function of w, x, y, and z. And you are given with the truth table. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്, അതാണ് ട്രൂത്ത് ടേബിൾ. ഓക്കെ, സോ നൗ അവർ എയിം ഈസ് ടു ഫോം ദ ബൂളിയൻ എക്സ്പ്രഷൻ ഓർ ബൂളിയൻ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ടു ദിസ് ട്രൂത്ത് ടേബിൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ കിട്ടുന്ന രീതിയിൽ ഈ ഇൻപുട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഔട്ട്പുട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷൻ എങ്ങനെ റിയലൈസ് ചെയ്യും? ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് വരക്കാം. ഓക്കെ, സോ ഫ്രം ദിസ് ട്രൂത്ത് ടേബിൾ ഹൗ വിൽ യു ഒബ്റ്റെയിൻ ദ ഫംഗ്ഷൻ? ദാറ്റ്സ് ഓൾസോ അതും ഒരു പോയിന്റും കൂടെ ഓർക്കേണ്ടത്, വി ആർ കൺസിഡറിങ് മിൻ ടേം കനോണിക്കൽ ഫോർമുല. ഓക്കെ, ഇപ്പൊ കനോണിക്കൽ ഫോർമുലയിലാണെങ്കിൽ എന്താണ്? കനോണിക്കൽ ഫോർമുലയിലാണെങ്കിൽ ഈച്ച് ടേം ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ വാരിയബിൾസ്. എല്ലാ ടേംസിലും എല്ലാ വാരിയബിൾസും പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻ SOP ഫോം. സോ ഈച്ച് ടേം ഷുഡ് ബി പ്രോഡക്റ്റ് ഓഫ് ദിസ് വാരിയബിൾസ്. അപ്പോൾ WXYZന്റെ പ്രോഡക്റ്റ് ഫോം ആയിരിക്കണം ഓരോ ടേമും. Then product of sum ആയിട്ട് വേണം we have to express the Boolean function. So ഈ കേസിൽ ഓർക്കേണ്ടത്, in SOP
what we are considering is we are selecting those input combination for which output equal to 1. Okay, so we can select the outputs, that is when the function is equal to 1. So from the truth table, you can mark these combinations. That is for which input combinations the output of the function will become equal to 1. Okay, so for this combination, and next is this one. Okay, then here ഇത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് തന്നെ വെച്ചോ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. സോ ഔട്ട്പുട്ട് 1 ആവുന്ന എല്ലാ കോമ്പിനേഷൻസും സെലക്ട് ചെയ്യാം. From the truth table, you have to select the combinations for which output equal to 1. Okay. So you got how many terms? 5 terms are there, right? So now our next aim is to identify which minterm this input combination represents. Okay. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഞാൻ ആദ്യം ഫംഗ്ഷൻ ആയിട്ട് എഴുതാം, നമുക്ക് എന്നിട്ട് മിൻ ടേം വെച്ചിട്ട് എഴുതാം. സോ ഈ ഒരു കേസിൽ സി ഫസ്റ്റ് വൺ ഫോർ 0 0 1 1. സോ ഹൗ ക്യാൻ വി എക്സ്പ്രസ് ദിസ് ടേം? നിങ്ങൾ നോക്കിയേ, ഈ ടേമിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എന്താ നമ്മൾ പറഞ്ഞ SOP ഫോമിലാണെങ്കിൽ വാട്ട് ടു ഡു? 0 is represented in complemented form and 1 is represented in uncomplemented form. So how can we represent this term? ഒന്ന് പറഞ്ഞേ, എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതായത് ഈ ഒരു ഔട്ട്പുട്ട് 1 കിട്ടുന്ന കറസ്പോണ്ടിങ് ഇൻപുട്ട് കോമ്പിനേഷന് ഇൻ ടേംസ് ഓഫ് ബൂളിയൻ ഫങ്ഷൻസ് ഓർ ഇൻ ടേംസ് ഓഫ് ദിസ് വാരിയബിൾ, ഹൗ can we express? സായന്ത് ഒന്ന് പറഞ്ഞേ, മൈക്ക് ഓൺ ചെയ്ത് പറയണേ. സായന്ത്, സായന്ത് എവിടെ ഉണ്ടോ? സായന്ത് അവിടെ ഉണ്ടോ? സായന്ത് പ്രസന്റ് ആണോ? ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഹലോ, W dash X dash Y dash X dash Y Z അല്ലേ? Y Z. ഒന്ന് നെക്സ്റ്റ് കോമ്പിനേഷനും കൂടെ പറഞ്ഞു. ഇതോ? W dash X Y dash Z. Z. Okay. So you can represent 0 in complemented form. അപ്പോൾ 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാരിയബിൾ കോംപ്ലിമെന്റഡ് ഫോമിൽ എടുക്കുക, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാരിയബിൾ അൺകോംപ്ലിമെന്റഡ് ഫോമിൽ എടുക്കുക. ദെൻ പ്രോഡക്ട്സ് ആയിട്ട് ആ ഓരോ വാരിയബിൾസിന്റെയും പ്രോഡക്ട്സ് ആയിട്ട് ഓരോ ടേംസും എക്സ്പ്രസ് ചെയ്യാം. ഓർക്കണം, ഇത് SOPന്റെ കേസാണ്. POS വരുമ്പോൾ എല്ലാം മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു കാര്യം നല്ല വൃത്തിയായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ SOPന്റെ കേസിൽ വി ആർ ടേക്കിംഗ് ഔട്ട്പുട്ട് 1 കിട്ടുന്ന ഇൻപുട്ട് കോമ്പിനേഷൻസ് എടുക്കും. ദെൻ വാരിയബിൾസിന് എന്ത് ചെയ്യും? വാരിയബിൾസ് 0 ആണെങ്കിൽ ആ ടേമിന് എന്ത് ചെയ്യും? കോംപ്ലിമെന്റഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. 1 ആണെങ്കിൽ അൺകോംപ്ലിമെന്റഡ്. സോ ഹിയർ എന്താ വരുന്നത്? 1 0 0 0. സോ കറസ്പോണ്ടിങ് ടു 1 you can write W, and for 0 0 0 0 you can write X bar, Y bar, Z bar. Okay, and for this term, that is 1 0 1 0. So here for 1 you can write W, then for 0 it is X bar, again 1 that is Y, again 0 that is Z bar. Okay, and for this last term 1 0 1 1. Okay, so 1 W,
For 0, you can write x bar. Then 1, 1, you can write y into z. So these are the product terms. നമ്മളപ്പോൾ ട്രൂത്ത് ടേബിളിൽ നിന്ന് എന്താണ് ഔട്ട്പുട്ട് 1 കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ടേംസ് മാത്രം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് കോമ്പിനേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്തു പ്രോഡക്റ്റ് ടേംസ് എഴുതും. ഓക്കെ, ഇവിടെയൊക്കെ 0 ആണ്, അതുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യാത്തത്. ഇതും കൂടെ നമ്മുടെ ട്രൂത്ത് ടേബിളിന്റെ പാർട്ടാണ്, 0 ആയതുകൊണ്ടാണ് കൺസിഡർ ചെയ്യാത്തത്. Now you can write the Boolean expression corresponding to that function. That is, we can write f of w, x, y, z. That is, f is the function of these 4 variables, and you obtain the product terms. So we have to represent it as sum of product terms. So what you have to do is, we can write like this. That is, w bar x bar y into z plus w bar x into y bar into z plus w x bar y bar z bar plus w x bar y z bar plus w x bar y into z. That is sum of these product terms. So from the truth table, like this, you can obtain the Boolean expression in sum of product form, in SOP form. And all the terms consist of all the variables, each variable in complemented or uncomplemented form. All the product terms consist of all the variables. So we can say this is in canonical form. Okay. Now we can represent it in either way. നമുക്കൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതായത് നമ്മൾ മിൻ ടേംസിന്റെ കേസ് പറഞ്ഞു അല്ലെ. സി മിൻ ടേംസ് ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ഒന്ന് പറഞ്ഞേ. സ്മോൾ ലെറ്റർ എം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു ഈ ഒരു ടേമിനെ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഡെസിമൽ ഡെസിഗ്നേഷൻ എത്ര ചെയ്ത് പറഞ്ഞോ? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് പറ അതിന്റെ കൂടെ, എന്നാലേ നമുക്കൊരു ലൈവ് ക്ലാസിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. M3, റൈറ്റ്. സ്മോൾ ലെറ്റർ ആണ്, ശ്രദ്ധിക്കണം. മിൻ ടേംസ് എന്ന് പറയുമ്പോൾ SOP ഫോമിൽ പ്രൊഡക്റ്റ് ടേംസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആകുമ്പോൾ അത് മാക്സ് ടേം ആവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എപ്പോഴും സ്മോൾ ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് M3 ആൻഡ് ദിസ് വൺ I can represent as M5. Then next, this one M. Next, ഇത് 8, 0 അല്ല M8. Then this one M. എത്രയാ? ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്ക്. 8 + 2 10 അല്ലെ. പൊസിഷൻ 8421 ആണ്. പെട്ടെന്ന് ആഡ് ചെയ്യാം. ഇത് എത്ര വരും? M 8 + 2 + 1 M11. റൈറ്റ്. M2 പ്രണവ് ഒന്ന് നോക്കണേ. ഇത് 2 അല്ല, എത്രയാന്ന്? 8 + 2 10. ഇത് 8 + 2 + 1. ഓക്കെ, 11. മനസ്സിലായില്ല ഇതെങ്ങനെ എഴുതിയെന്ന്? മിൻ ടേംസ് ഓർക്കുക, സ്മോൾ ലെറ്റർ എം ആണ്. സ്മോൾ ലെറ്റർ എം വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഇക്വാലന്റും വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ മിൻ ടേംസ്. ഓക്കെ, ആൻഡ് വി ക്യാൻ എക്സ്പ്രസ് ദിസ് ഫംഗ്ഷൻ ആസ് സം ഓഫ് മിൻ ടേംസ് ഓൾസോ. ദാറ്റ് ഈസ് f of w, x, y, z can be written as sum of these min terms. That is M3 plus M5 plus M8 plus M10 plus M11. Okay. So നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതിയാലും that represent this function itself. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കാൻ, നമുക്ക് ഈ ഒരു ഫോം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ പറ്റണം. അതേപോലെ ഇങ്ങനെയാ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ച് ഇതുപോലെ ആക്കാൻ പറ്റണം. അത് രണ്ടും ചെയ്യാൻ പറ്റൂലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് ഈ ഒരു ഫോമിൽ, അതായത് ബൂളിയൻ എക്സ്പ്രഷൻ ആയിട്ട് ഇനിയിപ്പോ ട്രൂത്ത് ടേബിൾ തന്നു, നമുക്ക് ഇത് രണ്ടും എഴുതാം. ഇനി ട്രൂത്ത് ടേബിൾ ഒന്നും തന്നിട്ടില്ല, നിങ്ങൾക്ക് ഇതുപോലൊരു ഫംഗ്ഷൻ മാത്രം തന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ എഴുതാൻ പറ്റില്ലേ? എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള എന്താ ചെയ്യാ, ഇപ്പൊ ഇങ്ങനെ തന്നതെന്ന് വെച്ചോ, ട്രൂത്ത് ടേബിൾ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ W ബാർ ആണെങ്കിൽ അതിനെ നമുക്ക് 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം, X ബാർ ആണെങ്കിൽ 0 റെപ്രസെന്റ് ചെയ്യാം, Y ആണെങ്കിൽ 1, Z ആയതുകൊണ്ട് 1. അപ്പൊ എന്ത് കിട്ടും, 0 0 1 1.
അപ്പൊ ഈ കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇതിന്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 3 ആണ്. സോ നമുക്ക് ഈ ടേമിന്, അതായത് ഈ ഒരു ഫസ്റ്റ് ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് M3. മനസ്സിലായോ? അതായത് ട്രൂത്ത് ടേബിൾ തന്നില്ലെങ്കിലും ഈ ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദ കറസ്പോണ്ടിങ് മീൻ ടേംസ്. മനസ്സിലായി പറഞ്ഞ കാര്യം? നൗ ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ എക്സ്പ്രസ് ചെയ്യാം. എല്ലാ മെത്തേഡും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എങ്ങനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി ഈ സം ഓഫ് മിൻ ടേംസിന് പകരം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സം ഓഫ് മിൻ ടേംസിന് ഈ സിഗ്മ വെച്ച് റെപ്രസെന്റ് ചെയ്യും. സമ്മേഷൻ. ഓക്കെ, സമ്മേഷൻ ഓഫ് സ്മോൾ ലെറ്റർ എം, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് മിൻ ടേംസ് എന്ന ഇതിന്റെ മീനിങ്. ഏതൊക്കെ മിൻ ടേംസ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ് ബ്രാക്കറ്റിൽ എഴുതും. 3, 5, 8, 10, 11. കണ്ടോ? ഇങ്ങനെ എഴുതിയാലും ഈ ഫംഗ്ഷൻ തന്നെയാണ് മീൻ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ കനോണിക്കൽ ഫോം അല്ലെങ്കിൽ SOP എന്ന് പറയുന്നത് ഇതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ട്രൂത്ത് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വൽ ഫംഗ്ഷൻ മനസ്സിലാവും. ഈ പെർട്ടിക്കുലർ ഇൻപുട്ട് കോമ്പിനേഷൻ കൊടുത്താൽ നമ്മുടെ സർക്യൂട്ടിന് ഇന്നത് ഔട്ട്പുട്ട് കിട്ടണം. എന്നിട്ട് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഏത്? ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഫ്രം ട്രൂത്ത് ടേബിൾ യു ക്യാൻ ഗെറ്റ് ദ ബൂളിയൻ എക്സ്പ്രഷൻ ആൻഡ് കറസ്പോണ്ടിങ് മിൻ ടേംസ്. നമുക്ക് ഇതേ സാധനത്തിന് ഇവിടെ ആക്ച്വലി ആ ട്രൂത്ത് ടേബിൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ആ ബൂളിയൻ എക്സ്പ്രഷൻ, ദെൻ സം ഓഫ് മിൻ ടേംസ്, ആ സിഗ്മ M 3, 5, 8, 10, 11 ഇതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു സിംഗിൾ ഫംഗ്ഷൻ എഫിനെയാണ്. അപ്പൊ എഫിനെ നമുക്ക് പല രീതിയിലും ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഇത് SOP ഫോമില്. ഓക്കെ, സം ഓഫ് പ്രൊഡക്റ്റ് ഫോം. സം ഓഫ് പ്രൊഡക്റ്റിൽ ഓർക്കേണ്ട കാര്യം, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ട്രൂത്ത് ടേബിൾ ഔട്ട്പുട്ട് 1 ആയിട്ടുള്ള കോമ്പിനേഷൻ എടുക്കുന്നത്. ദെൻ ആ 1 കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് കോമ്പിനേഷൻസിൽ നിങ്ങൾ 0നെ കോംപ്ലിമെന്റ് ചെയ്തിട്ടും 1നെ അൺകോംപ്ലിമെന്റഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഇൻപുട്ട് കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഇക്വിവാലന്റ് വാല്യൂ ആണ് നമ്മൾ മിൻ ടേംസിന്റെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സം ഓഫ് മിൻ ടേംസ് M3 + M5 + M8 സ്മോൾ ലെറ്റർ യൂസ് ചെയ്യണം. ഓർക്കുക, സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓർ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ M. Sigma represent summation small letter m min terms. So summation of min terms, which min terms? 3, 5, 8, 10, 11. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാ റെപ്രസെന്റേഷൻസും എങ്ങനെയാ വരുന്നത്, എങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്യുന്നത്? ഏത് ഫോമിൽ തന്നാലും വേറൊരു ഫോം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ തൊട്ടിട്ട് ഇനിയിപ്പം പറയാൻ പോകുന്ന നമ്മുടെ ഈ ഒരു കനോണിക്കൽ ഫോം ഇത് ചെയ്യുന്നതും അതുപോലെ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുന്നതും ആ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടേക്കെല്ലാം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ബേസ് ആണ്. നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും ബേസ് വരുന്ന പാർട്ടായത്. നമുക്കെന്നാ ഒരു എക്സാമ്പിളും കൂടെ കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. കൺസിഡർ three variable function. Consider a 3 variable function given by f of x, y, z is equal to summation of min terms 0, 4, 7. Okay. സോ നമുക്കിനി ഇതിന്റെ ബാക്കി എല്ലാ ഫോമിലും ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ബൂളിയൻ എക്സ്പ്രഷൻ എല്ലാ റെപ്രസെന്റേഷൻസും ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് you are given with the function f of x, y, z, that is 3 variable function is equal to
summation of min terms 0, 4, 7. Or we can write it as M0 plus M4 plus M7, right? Okay. Now we can convert each of the terms into Boolean expression. So this M0 means we have 3 variables. So this decimal designation is 0. So using 3 variables or 3 bits, you can represent 0 as 0, 0, 0, right? And corresponding product term, we have function of x, y, z. So 0, 0, 0 means you have to represent each variable in complemented form. So the corresponding product term can be written as x bar into y bar into z bar. Clear? Now consider the next term, that is M4. So M4 means it corresponding to our input combination, what binary designation 4. So I can represent 1, 0, 0. This is the designation corresponding to 4. Okay. And this 4 can be represented in the form of product as a product term. Product ആണെങ്കിൽ എന്ത് ചെയ്യാം? 1 you can represent as x. For 0, you can use y bar into z bar. Clear? Then finally M7. M7 means this 7 you can represent as 111. And for 111, I can write the product term x, y, z. Okay. So you can write the Boolean expression f of x, y, z is equal to sum of these product terms. That is x bar into y bar into z bar plus x into y bar into z bar plus x into y into z. This is our Boolean function. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിളും വരക്കാൻ പറ്റും. ഈ ഫംഗ്ഷനെ കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് എ 3 variable function. It is a 3 variable function, and if you want you can write the truth table. It indicates that here f. Okay, this means for you can write the truth table by listing all the input combinations. Okay, so what this means, for corresponding to this min term, that is 0, 4, 7, our output will be equal to 1. So for 0, output is equal to 1. For the next combination 4, this 4 output is equal to 1. And for 7, output will be equal to 1. For all other combinations, output will be equal to 0. മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം? ട്രൂത്ത് ടേബിളും എഴുതാം. ഓക്കെ, ബിക്കോസ് നമ്മൾ നേരെ തിരിച്ച് ചെയ്തിട്ടുള്ളത്, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലുള്ളത് നേരെ തിരിച്ചിട്ട്, ദറ്റ് ഈസ് നമ്മൾ അവിടെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടായിരുന്നു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോം തന്നു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദ min terms, you can write the Boolean expression and corresponding truth table. So ഇതിന്റെ മീനിങ് എന്താ? ഇവിടെ വരുന്ന ഈ ഫംഗ്ഷൻസിൽ ഇവിടെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. ഓർ കറസ്പോണ്ടിങ് ടു ദിസ് min terms 0, 4, 7. So corresponding to min terms means this represents 0, this is 0, and this is 4, and this is 7. So for this we have taken output equal to 1. For all other combinations, output will be equal to 0. That is the implementation of this function. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോജിക് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ലോജിക് ഡയഗ്രാം വരക്കാൻ പറയാത്തത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി സിംപ്ലിഫൈഡ് ഫോം അല്ല. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ പറ്റും. ഇത് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ കുറെ നോട്ട് ഗേറ്റ്സ് വേണം, അല്ലെ? ആൻഡ് ഗേറ്റ്സ് വേണം, ഓർ ഗേറ്റ്സ് വേണം. ആക്ച്വലി നമുക്ക് ഇതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇത് കനോണിക്കൽ ഫോം ആണ്, എക്സാക്ട് ഫോം ആണ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സർട്ടൻ മെത്തേഡ്സ് വെച്ചിട്ട് അതിന് നമുക്ക് മെത്തേഡ് ഉണ്ട്. ഈ ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന്റെ ലോജിക് ഡയഗ്രാം ഇപ്പം വരക്കാൻ പറയാത്തത്. ഓക്കെ,
ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ലോജിക് ഡയഗ്രം ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാവർക്കും? കുറച്ചു പേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ക്ലിയർ അല്ലേ? ഓക്കെ. നൗ അപ്പൊ SOP ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചോണേ. നമ്മൾ POSലോട്ട് പോവാണ്, മാറിപ്പോവാൻ പാടില്ല. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് മാക്സ് ടേം കനോണിക്കൽ ഫോർമുല. നേരത്തെ നമ്മൾ മിൻ ടേം ആണ് പറഞ്ഞത്. ഹിയർ നെക്സ്റ്റ് ഈസ് മാക്സ് ടേം canonical formula, or we can say canonical POS. POS ന്റെ ഫുൾ ഫോം അറിയാലോ, പ്രോഡക്റ്റ് ഓഫ് സം. അപ്പൊ ഇനി സം ഓഫ് പ്രൊഡക്ട്സ് ആയിട്ടല്ല, ഓരോ ടേംസും യു ഹാവ് ടു റെപ്രസെന്റ് ആസ് പ്രോഡക്ട്സ് ആൻഡ് ഫൈനലി products, and you have to each term you have to represent as sum, and finally you have to take the product of that sum terms, or it is otherwise called as conjunctive canonical formula. നേരത്തെ ഡിസ്ജങ്റ്റീവ് എന്നൊരു പേരുണ്ടായിരുന്നു, അത് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. conjunctive canonical formula. Okay, so here ഒന്ന് നോട്ട് ചെയ്തോ. It describes an n variable function. It describes an n variable function, that is n number of variables. Okay, describes an n variable function and is an expression consisting of product of some terms. Consisting of product of some terms. Each of the n variables appears exactly once, bracketly, either complemented or uncomplemented, in each sum term. And the sum term is called as max term. നേരത്തെ min term എന്ന് പറഞ്ഞു, ഇവിടെ max term, and we are representing using capital letter M. Okay, each കഴിഞ്ഞിട്ടാ, in each sum term. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞല്ലേ പറഞ്ഞേ, each of the n variables appears exactly once, bracketൽ either complemented or uncomplemented, bracket close ചെയ്തിട്ട്, in each sum term. ഈ ഓരോ സം ടേമിനും എന്ത് പറയും? കോൾഡ് ആസ് മാക്സ് ടേം എന്ന് പറയും. ഇനി നമുക്ക് ഇന്നലെ എഴുതിയതുപോലെ 3 വേരിയബിളിന്റെ കേസിലുള്ള ഒന്ന് ജനറൽ ആയിട്ട് എഴുതി നോക്കാം. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നുള്ള കാര്യങ്ങൾ, മാക്സ് ടേം ഒക്കെ എങ്ങനെ ഫോം ചെയ്യുന്നുള്ള കാര്യം പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് we can write the M notation or max term notation for 3 variable function.
It is 3 variable max terms or 3 variable function കേസിൽ. Okay. So ഇന്നലെ എഴുതിയ പോലെ നമുക്കൊരു കോളം ഫസ്റ്റ് ഫോം ചെയ്യാം. Decimal designation, then row of truth table, that is binary representation. Okay, row of truth table, then max term, then M notation. Okay. So row of truth table, 3 variable function, we can represent it as X, Y, and Z. Okay. So for 3 variable, as you know, you will be having 8 combination, that is 0, 1, 2, 3, 4, 5, 6, and 7. And corresponding binary representation, or we can say the entries in the truth table or row of truth table will be 0, 1, 2, 3, 4, 5, 6, and 7. Right. Now, max terms എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ. Now you have to represent the max term or that Boolean expression, or we can say that എന്താ ഓരോ മാക്സ് ടേം എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഒരു സം ടേം ആയിരിക്കണം അല്ലെ. ആ ഒരു സം ടേം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ SOP എടുത്തപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. SOP എടുത്തപ്പം യു ഹാവ് റെപ്രസെന്റഡ് 0 ആസ് കോംപ്ലിമെന്റഡ് ഫോം and 1 as uncomplemented form. Here you have to represent 0 uncomplemented form, and for 1 you have to represent in complemented form. അതാ ഞാൻ പറഞ്ഞ ഒരെണ്ണം മനസ്സിൽ ഓർക്കോ, മറ്റേത് തിരിച്ചിട്ടായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ദാറ്റ് ഈസ് ഇവിടെ for 0, 0, 0 what you have to take x, y, z. കോംപ്ലിമെന്റ് അല്ല. 0 കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്, ഇവിടെ 0 കറസ്പോണ്ടിങ് ആയിട്ട് വൈ, സെറ്റ്. ആൻഡ് നേരത്തെ നിങ്ങൾ അതിന് ആ വാരിയബിൾസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഒരു ടേം റെപ്രസെന്റ് ചെയ്തതെങ്കിൽ ഹിയർ സം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 0, 0, 0 ദ മാക്സ് ടേം ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്. നേരത്തെ മിൻ ടേം ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുത്തന്നെ എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ഇൻറ്റു സെറ്റ് ബാർ. For max term, you have to take x plus y plus z. Okay. Then for 0, 0, 1, how can I write the expression? It is x plus y plus z bar. Okay. For 1, you have to take the complemented form. Okay. So for 0, 1, 0, you can write x plus y bar plus z. Okay, and for 0, 1, 1, it is x plus y bar plus z bar. Then for 1, 0, 0, that will be x bar plus y plus z. And for 1, 0, 1, x bar plus y plus z bar. And for 1, 1, 0, x bar plus y bar plus z. Finally, for 1, 1, 1, you can write x bar plus y bar plus z bar. മനസ്സിലായോ?
അപ്പൊ ഓർക്കുക, നേരത്തെ നമ്മൾ 0നെ കോംപ്ലിമെന്റ് ചെയ്തിട്ടും 1നെ അൺകോംപ്ലിമെന്റഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. POSലാണെങ്കിൽ നേരെ തിരിച്ചു വരും. ഓക്കെ, 1ന് we are representing in complemented form. For 0 we are using uncomplimented variable. And അവിടെ നമ്മൾ എല്ലാ വാരിയബിൾസിനും എന്താ, ഓരോ ടേമും നമ്മുടേത് പ്രൊഡക്റ്റ് ടേംസ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാ വാരിയബിൾസിനും നമ്മൾ പ്രൊഡക്റ്റ് എടുത്തത്. ഹിയർ യു ഹാവ് ടു ടേക്ക് സം. എന്നിട്ട് ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ സം ടേംസിന്റെ പ്രൊഡക്ട്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഓൾസോ ഫോർ M notation, there you are using small letter m. Here you can use capital letter M. Okay, that is M0, M1, M2, M3, M4, M5, M6 and M7. These are the max term notation. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ ട്രൂത്ത് ടേബിളിൽ നിന്ന് എങ്ങനെ എഴുതുന്നത്, അവിടെയും ട്രൂത്ത് ടേബിളിൽ നിന്ന് എടുക്കുന്നതിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ട്രൂത്ത് ടേബിളിൽ നിന്ന് എടുക്കുന്നതും എഴുതുന്നതും ബാക്കിയുള്ള ഫോംസിലുള്ള റെപ്രസെന്റേഷൻസും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് തന്നെ വരും. അടുത്ത ക്ലാസ്സിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന്, വെറുതെ വരാണ്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഞാൻ SOPന്റെ കാനോണിക്കൽ SOP പറഞ്ഞത് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കി അല്ല മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ.